പോയിമറിഞ്ഞ് ഗ്രാമീണ നാട്ടുനന്മകളെ തിരിച്ചുപിടിക്കുകയാണ് കാവിലുംപാറ പഞ്ചായത്തിൽ കരിങ്ങാട്ടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കുട്ടിക്കൂട്ടം എന്ന പേരിൽ 12 വിദ്യാർത്ഥികളാണ് വേനലവധിക്കാലത്ത് എല്ലാ ദിവസവും ഒത്തുചേർന്നത്. ഒരു വേനലവധിക്കാലം വേറിട്ട രീതിയിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഈ കുട്ടിക്കൂട്ടം. കാവിലുംപാറ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ഋഷികയും ശിവതയുമാണ് കുട്ടിക്കൂട്ടം എന്ന ആശയവുമായി മുന്നോട്ട് വന്നത്. കരിങ്ങാട് റേഷൻ കടക്ക് സമീപത്തെ വീടുകളിലെ കുട്ടികൾ ഓരോ ദിവസവും ഓരോ വീട്ടിൽ ഒത്തുചേർന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ പഠനവും നാടൻ കളികളും കലാപരിപാടികളും ഒക്കെയായി ഒരു വേനലവധിക്കാലം കുട്ടിക്കൂട്ടം ആഘോഷമാക്കി. ഋഷികയും ശിവതയുമാണ് ടീച്ചർമാരായി കുട്ടികളെ നയിച്ചത്. ഇന്റർനെറ്റ് ഗെയിമുകളിൽ നിന്നു മാറി കുട്ടികൾ അയൽപക്ക സൗഹൃദങ്ങളും സ്നേഹക്കൂട്ടായ്മയും വളർത്തിയെടുക്കാൻ മുന്നോട്ട് വന്നപ്പോൾ എല്ലാവിധ പിന്തുണയുമായി രക്ഷിതാക്കളും ഒപ്പം ചേർന്നു. നാടൻ പാട്ടും വടക്കൻ പാട്ടും നാടൻ കളികളും കുട്ടികളെ പരിചയപ്പെടുത്താൻ രക്ഷിതാക്കളും മുന്നോട്ട് വന്നു. കൊലത്തു നാട്ടിലെത്തമ്പൂരാൻ്റെ കാലത്തിലുണ്ടായ വാർത്ത കേൾപ്പൂ, വടക്ക് മലയാള നാടു തന്നിൽ. 2 മാസക്കാലം നീണ്ട കുട്ടിക്കൂട്ടത്തിന്റെ ഒത്തുചേരലിന് സമാപനം കുറിച്ചുകൊണ്ട് സർഗോത്സവം എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് അംഗം PK പുരുഷോത്തമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടിക്കൂട്ടം പഠിച്ച കലാപരിപാടികൾ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും മുമ്പിൽ അവതരിപ്പിച്ചു. ഏറെ സന്തോഷമെന്ന് ഋഷികയും ശിവതയും പറഞ്ഞു. ഇവിടെ കുറച്ച് സമയം പഠിപ്പിക്കും, പിന്നെ ബാക്കി ഓല് പറയുന്ന കളി കളിപ്പിക്കും, പാട്ട് പാണ്ടൊരു പാട്ട് പഠിപ്പിക്കും, അങ്ങനെ കളിപ്പിക്കും. പിന്നെ കുറച്ച് ഓടിയും ചാടിയും കളിപ്പിക്കും, വെയിലത്തൊന്നും ഇറക്കാണ്ട് അങ്ങനെ കളിപ്പിക്കുക. ഇവിടെ പഠിപ്പിക്കലും കളിയും ചെയ്യും, രാവിലെ പാട്ട് പാടും, കുറച്ച് ഡാൻസ് കളിപ്പിക്കും, അങ്ങനെ ഓരോരോ പരിപാടി കളിപ്പിക്കും. നന്മയുടെ നല്ല പാഠങ്ങൾ അടയാളപ്പെടുത്താൻ മക്കൾ മുന്നോട്ട് വന്നതിൽ രക്ഷിതാക്കൾക്കും ഏറെ സന്തോഷം. പിന്നെ ഈ ഏറ്റവും കൂടുതൽ ഇതിനൊരു ഉപകാരം എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും പിന്നെ ഈ ഫോൺ കൊണ്ടും TV കൊണ്ടും കളിക്കുന്നത് ഒരുപാട് കുറഞ്ഞു കിട്ടി. പിന്നെ ഈ ഒരു സമയത്ത് കൂടി ഇവർ കളിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുകയും ഈ സമയത്ത് എല്ലാ കുട്ടികളും എല്ലാ വീടുകളിലും അവിടെയും ഇവിടെയും പോയി കളിക്കുന്നതിന് പകരം ഒരു വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് അവിടെ നിന്ന് തന്നെ ഭക്ഷണവും കഴിച്ച് പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഇരുന്ന് ചുറ്റും എല്ലാ പൊതിയിൽ ചോറ് കൊണ്ടുവന്ന് എല്ലാവരും വട്ടത്തിലിരുന്ന് നല്ലൊരു കളിയും പഠനവും എല്ലാം കൂടെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി പരിപാടി ഇത്രയും ഗംഭീരമായി നടന്നത്. ഈ 2 മാസം പോയത് എങ്ങനെയാണെന്നുള്ളത് അവരറിഞ്ഞിട്ടില്ല. പിന്നെ ഈ കളിയും ചിരിയും ഈ വേനൽ ചൂടിൽ ഒരു പ്രാവശ്യം അങ്ങ് പോയി ഒരു പ്രാവശ്യം ഇങ്ങ് പോയി, പിന്നെ ഇവിടെ ഇരുന്ന് വട്ടത്തിലിരുന്ന് ചോറ് കഴിക്കലും ഭക്ഷണം പിന്നെ ഇവരെ കൊണ്ട് കളിപ്പിക്കലും പഠനവും എല്ലാം കൂടി ഒന്നിച്ച് പോയി. എല്ലാം കൊണ്ട് നല്ല സന്തോഷമാണ്. കുട്ടികൾ തന്നെയാണ് കണ്ടുപിടിച്ച. കുട്ടികൾ ആദ്യം ഇവിടെ എല്ലാവരും കൂടി കളിച്ച്, അന്നേരം ഇവർ തന്നെ രണ്ടാളും കൂടിയും പിന്നെ തുടങ്ങിയതാ ഇങ്ങനെ നമുക്ക് ടീച്ചറും കുട്ടികളായിട്ട് കളിക്കാന്നുള്ളത്. ഒരു രണ്ടാളും തന്നെ തീരുമാനിച്ചതാ. ഇനി ശനിയാഴ്ചകളിൽ ഒത്തുചേരാമെന്ന് തീരുമാനിച്ചാണ് 2 മാസത്തെ വേനലവധിക്കാലം കഴിഞ്ഞ് കുട്ടിക്കൂട്ടം പിരിഞ്ഞത്. RK സുഗുണൻ, ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.